ബൈബിൾ പകർത്തിയെഴുതുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ഒത്തിരി വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല വ്യക്തികൾ സമ്പൂർണ്ണ ബൈബിൾ വരെ കയ്യെഴുത്ത് പ്രതിയായി പകർത്തി എഴുതി സമർപ്പിച്ചതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ഈ ഒരു മുറിയിൽ നിറയെ ഇരിക്കുന്നത് ബൈബിൾ പകർത്തി എഴുതിയിട്ടുള്ള കോപ്പികളാണ്. അതിൽ പുതിയ നിയമമുണ്ട്, അതുപോലെ തന്നെ പഴയ നിയമത്തിൻ്റെയും കോപ്പികൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. തൃശ്ശൂർ കേന്ദ്രമാക്കി വളർന്നു വന്നിട്ടുള്ള ഒരു അൽമായ പ്രേക്ഷിത മുന്നേറ്റമായിട്ടുള്ള ഫിയാത്ത് മിഷണറി സമൂഹമാണ് ഈ ഒരു സ്ക്രിപ്റ്റൂറ എന്ന പേരിൽ ബൈബിൾ പകർത്തിയെഴുത്ത് മത്സരം എല്ലാ വർഷവും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും നൂറുകണക്കിന് ബൈബിളുകളാണ് ഇത്തരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഈ മുറിയിൽ അത് ഒരുപാട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ നമുക്കറിയാനുണ്ട്. ഫിയാത്ത് മിഷനിലെ പ്രിയപ്പെട്ട ജോബിച്ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ജോബിച്ചേട്ടനോട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയാണ് ഈ ഒരു ബൈബിൾ പകർത്തി എഴുതുന്ന ഒരു മത്സരം സംഘടിപ്പിക്കണം? ഈ ഒരു സ്ക്രിപ്റ്റൂറ എന്ന് പറയുന്ന ഈ ഒരു മത്സരത്തിന്റെ ആരംഭം എങ്ങനെയായിരുന്നു? അതായത് ഫിയാത്ത് മിഷൻ്റെ പ്രധാന ശുശ്രൂഷ എന്ന് പറയുന്നത് ബൈബിൾ നിർമ്മിച്ച് അതില്ലാത്ത സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതൽ പേരെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് ബ്രദർ സീറ്റ്ലി, ഞങ്ങളുടെ ചെയർമാൻ, അതിനെക്കുറിച്ച് ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവം നൽകിയൊരു സന്ദേശമാണ് ബൈബിൾ പകർത്തി എഴുതുന്ന ഒരു മത്സരം സംഘടിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് 2013 അന്ന് വചനതൂലിക എന്ന പേരിൽ ആദ്യമായി ഈ ഒരു മത്സരം സംഘടിപ്പിക്കുകയും പിന്നീട് തുടർന്ന നാളുകളിലെല്ലാം അത് വലിയൊരു അനുഗ്രഹമായിട്ടും അതിൽ പങ്കെടുത്തവർക്കൊക്കെ ഒത്തിരി അനുഗ്രഹം കിട്ടിയതായിട്ടൊക്കെ നേരിട്ട് നമ്മോട് വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് തുടർന്നുള്ള വർഷങ്ങളിൽ അത് മറ്റു ഭാഷകളിലേക്ക്, ആദ്യം മലയാളത്തിലാണ് എഴുതിയത്, എന്നാൽ ഇപ്പോൾ മറ്റു ഭാഷകളിലേക്കും എഴുതുന്ന ഒരു രീതിയിൽ അതിൻ്റെ പേര് മാറ്റി ഇപ്പോൾ സ്ക്രിപ്ചറ എന്ന പേരിൽ അതൊരു വലിയ മത്സരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കോവിഡ് കാലത്ത് 2 വർഷങ്ങളിൽ നടത്തിയില്ല എന്നതൊഴിച്ചാൽ തുടർച്ചയായി 2013 മുതൽ ഈ വർഷം വരെയും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മത്സരമാണ് ഈ സ്ക്രിപ്ചറ എന്നത്. ആയിരക്കണക്കിന് പേര് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും ആയിരക്കണക്കിന് ബൈബിളുകൾ നമ്മുടെ ഇടയിൽ നമുക്ക് ഈ വർഷം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ വർഷം ഇത് വചനതൂലിക എന്നുള്ള പേരിൽ സംഘടിപ്പിച്ചു. പിന്നീട് ഇത് ഇത്ര വിപുലമായിട്ട് ഇത് മുടങ്ങാതെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകാനുള്ള ഒരു പ്രചോദനം എങ്ങനെയാണ്? അതായത് ഇത് ആദ്യത്തെ വർഷത്തിൽ നടത്തിയപ്പോൾ തന്നെ ഒത്തിരി പേര് വ്യക്തിപരമായി അവർക്ക് വലിയ ദൈവാനുഭവം ഉണ്ടായി നമ്മൾ പങ്കുവച്ചു. ഒത്തിരി സോറിയാസിസ് രോഗം മാറിയവർ, ക്യാൻസർ രോഗം മാറിയവർ, കാലിൻ്റെ പഴുപ്പ് മാറിയവർ, അങ്ങനെ ഇത് ബൈബിൾ എഴുതുന്ന വ്യക്തികളുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് അവർ നേരിട്ട് നമ്മളെ അറിയിച്ചപ്പോഴാണ് ഈ ഒരു മത്സരം എല്ലാ വർഷവും തുടരാം എന്ന് നമ്മൾ ചിന്തിച്ചത്. അത് കൂടുതൽ ഭാഷകളിലേക്ക് നമ്മൾ വ്യാപിപ്പിച്ചു. അതായത് തമിഴ്, കന്നഡ, ഹിന്ദി, അങ്ങനെ ഒത്തിരി ഭാഷകളിൽ, ഏതൊക്കെ ഭാഷകളിലോ അവരവരുടെ ഭാഷകളിൽ എഴുതാവുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടാണ് ഇപ്പോൾ ഈ സ്ക്രിപ്ചറ എന്ന പേരിൽ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബൈബിൾ പകർത്തി എഴുതുന്നതിലൂടെ രോഗാവസ്ഥകളെ ദൈവത്തിൽ ആശ്രയിച്ച് തരണം ചെയ്തവരും അതിജീവിച്ചവരും നിരവധിയാണ്. വചനമെഴുത്ത് തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുവാനും വെല്ലുവിളികളെ നേരിടുവാനുമുള്ള ശക്തി പ്രദാനം ചെയ്യുന്നുവെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് സാബു, എൻ്റെ ഭാര്യ ഷീബ, എൻ്റെ മോൻ ആരാൺ. ഞങ്ങൾ ബാംഗ്ലൂരാണ് താമസിക്കണേ. അത് 2010 വരെ ഷീബ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് ഞങ്ങൾ 2016 ഇത് ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്, ഈ അസുഖം ഡോക്ടർമാർ കണ്ടുപിടിക്കുന്നത്. അതായത് മൈറ്റോകോൺട്രിയൽ സൈറ്റോപ്പതി എന്ന അസുഖമാണ്. അത് മസിൽസ് ശരീരത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ട് ഇരിക്കുന്ന അസുഖമാണ്. അതിന് ചികിത്സ ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയണത്. എന്തെങ്കിലും വൈറ്റമിൻസ് മരുന്ന് മാത്രമേ അതിന് പ്രതിവിധിയുള്ളൂ. ഞങ്ങൾ ബൈബിള് എഴുതാൻ പ്രചോദനമായത് ഞങ്ങളുടെ വികാരിച്ചൻ പള്ളിയിൽ അനൗൺസ് ചെയ്തായിരുന്നു, ഇങ്ങനെ ഫിയാത്ത് മിഷൻ്റെ ഓരോ വർഷവും അവർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതുന്നവർക്ക് എഴുതാം എന്നൊരു. പക്ഷേ ഞങ്ങളത് താല്പര്യപൂർവ്വം ഞങ്ങൾ എഴുതി. പക്ഷേ ഭാര്യയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് കൺപോള ഉയർത്തിപ്പിടിച്ച് കൊണ്ടാണ് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ ബൈബിള് എഴുതി തീർത്തത്. 2016 നമ്മൾ എഴുതിയത്. 2016 ഞങ്ങൾ ഷീബ ഇത് ബൈബിള് എഴുതുന്നത്. ആദ്യം പുതിയ നിയമം എഴുതി, പിന്നെ 2019 സമ്പൂർണ്ണ ബൈബിൾ എഴുതി. പക്ഷേ ഈ സമയത്ത് അസുഖം വളരെ രൂക്ഷമായി. ഷീബയുടെ അസുഖം ഭയങ്കരമായിട്ട് സീരിയസ് ആയി. ഷീബയുടെ ശരീരഭാരം ഏകദേശം 19 കിലോയിലേക്ക് വന്നു. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഷീബയ്ക്ക് ബൈബിളിൽ നിന്ന് എഴുതി തീർത്താൽ മതി എന്നൊരു ഇതിലാണ്
ഈ എഴുതി അങ്ങനെ ലാസ്റ്റ് അസുഖത്തിൽ നിന്നും കുറച്ച് ഭേദം വന്നു. ലാസ്റ്റ് എഴുതി തീർത്തു. ഫിയാത്ത് മിഷനിലേക്ക് ഈ ബൈബിള് അയച്ചു കൊടുത്തു. പിന്നെ 2023 ഞങ്ങൾ പിന്നെ ഒരു പ്രാവശ്യം കൂടെ എഴുതി, ഷീബ എഴുതി. അതാണ് ഈ കാണുന്നത്. ഏകദേശം 8 മാസത്തോളം കൊണ്ടാണ് ഇത് എഴുതി തീർത്തത്. ശാരീരിക അസ്വസ്ഥത ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. വളരെ അച്ചടിച്ച പോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നതാണ്. എല്ലാവരും ഞങ്ങളുടെ മാണ്ഡ്യരൂപത ബിഷപ്പ് വരെ ഇതിനെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ബിഷപ്പ് പിതാവ് പറഞ്ഞായിരുന്നു. ഇത്രയും വിപുലമായിട്ട് ശരിക്കും നമ്മൾ വേറെ എവിടെയും ഇങ്ങനെ മത്സരമായിട്ട് സംഘടിപ്പിക്കുന്നത് കേട്ടിട്ടില്ല. പലയിടത്തും ഇപ്പം വചനം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് മതബോധന വിദ്യാർത്ഥികൾ അങ്ങനെ ചിലർ വ്യക്തിപരമായിട്ടൊക്കെ ബൈബിൾ പകർത്തി എഴുതുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വൈഡായിട്ട് ഒരുപാട് പേരെ സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നും ഒക്കെ വിവിധ ഭാഷകളിൽ ഉള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വചനമെഴുത്ത് സംഘടിപ്പിക്കുക, അതും സമ്പൂർണ്ണ ബൈബിൾ വരെ ആളുകൾ പകർത്തി എഴുതുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ നിബന്ധനകൾ, അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് എന്തൊക്കെ സമ്മാനങ്ങളാണ് കൊടുക്കുന്നത്, അത്തരം വിശദാംശങ്ങളൊക്കെ ഒന്ന് പറയാം. നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു നിബന്ധനകളും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതിൽ നമുക്ക് എല്ലാ 2 വർഷം കൂടുമ്പോഴാണ് സമ്പൂർണ്ണ ബൈബിൾ എഴുതുന്നത്. എല്ലാ വർഷവും പുതിയ നിയമം എഴുതുന്ന മത്സരം നടക്കുന്നുണ്ട്. ഇതിന് ഒരൊറ്റ ക്രൈറ്റീരിയയേ ഉള്ളൂ. അതിതാണ് ബൈബിളിൻ്റെ എല്ലാ വചനങ്ങളും കൃത്യമായി പ്രാർത്ഥനയോടെ പകർത്തി എഴുതുക. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് അതിൻ്റെ ബൈൻഡിങ്ങോ അല്ലെങ്കിൽ എഴുതുന്ന പേപ്പറിൻ്റെ ഭംഗിയോ കൈയക്ഷരമോ ഇതൊന്നും നമ്മൾ ഇതിനൊരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നില്ല. പ്രായഭേദമില്ലാതെ അനേകം വ്യക്തികൾ ബൈബിൾ പകർത്തി എഴുതുവാൻ മുന്നോട്ട് വരുന്നുണ്ട് എന്നതാണ് സ്ക്രിപ്തൂറയുടെ അണിയർ പ്രവർത്തകരുടെ അനുഭവം. സുവിശേഷം പകർത്തി എഴുതുന്ന 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതൽ 70ഉം 80ഉം വയസ്സായവർ വരെ ബൈബിൾ പകർത്തി എഴുതുവാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഭിന്നശേഷിക്കാരായ വ്യക്തികളും ഇത്തരത്തിൽ ബൈബിൾ പകർത്തിയെഴുതി അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. തൃശൂർ നടത്തറ സ്വദേശി അന്തരിച്ച CC ആന്റണി ചിറമ്മേൽ തൻ്റെ 86-ാം വയസ്സിൽ പോലും ബൈബിൾ പകർത്തിയെഴുതിയ വ്യക്തിയായിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജരായി വിരമിച്ച അദ്ദേഹം 10 ഭാഷകളിലാണ് ബൈബിൾ പകർത്തിയെഴുതിയത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ലാറ്റിൻ, ഗ്രീക്ക്, ജർമ്മൻ, ഫ്രഞ്ച്, തമിഴ്, ഇറ്റാലിയൻ, റൊമേനിയൻ എന്നീ ഭാഷകളിലാണ് അദ്ദേഹം എഴുതിയത്. ഇവയിൽ ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ 2 തവണ സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ക്രിപ്തൂറ മത്സരത്തിൽ പങ്കെടുത്ത് ബൈബിൾ പകർത്തി എഴുതുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങൾ? യഥാർത്ഥത്തിൽ ഇത് എഴുതുന്നവർക്കെല്ലാം സമ്മാനം കൊടുക്കുന്നത് ദൈവമാണ്. നമ്മളൊരു അനുഭവം അതാണ്. ഇത് ഇന്നേ വരെ എഴുതിയവരാരും ഒരു സങ്കടപ്പെട്ടിട്ടില്ല, എഴുതിയതൊരു സമയനഷ്ടമായിട്ടോ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഈശോ ഇടപെടുകയും വ്യക്തിപരമായിട്ട് അവരോട് സംസാരിക്കുകയും ബൈബിളിൻ്റെ കൂടുതൽ ഉൾക്കാഴ്ചകൾ അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന അനുഭവമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. പിന്നെ നമ്മളൊരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് നമ്മൾ 1, 2, 3 സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. 1-ാം സമ്മാനം നമ്മൾ വിശുദ്ധ നാട് കാണാൻ പോകാനുള്ള ഒരു ടിക്കറ്റാണ്. 2-ാം സമ്മാനം 20,000 രൂപയാണ്. 3-ാം സമ്മാനം 10,000 രൂപയാണ്. പിന്നെ പ്രോത്സാഹന സമ്മാനങ്ങൾ, ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. വളരെ പ്രധാനമായ കാര്യം, ബൈബിൾ എഴുതുന്ന സമയത്ത് തന്നെ അത് എഴുതി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവരുടെ ജീവിതത്തിൽ കർത്താവ് അവരെ വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ ഇടപെടും. അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പുതിയ നിയമം പകർത്തി എഴുതുന്നത് കൂടാതെ മറ്റ് എന്തൊക്കെ രീതിയിലുള്ള മത്സരങ്ങളാണ് ഈ ഒരു സ്ക്രിപ്തൂറയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നത്? എല്ലാ വർഷവും പുതിയ നിയമം പകർത്തി എഴുതുന്ന മത്സരം നടക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ സമ്പൂർണ്ണ ബൈബിള്, മുഴുവൻ ബൈബിളും പകർത്തി എഴുതുന്ന മത്സരം എല്ലാ 2 വർഷം കൂടുമ്പോഴും നടക്കുന്നുണ്ട്. ഈ പുതിയ നിയമം എഴുതുന്നതും സമ്പൂർണ്ണ ബൈബിൾ എഴുതിയതും എല്ലാ വർഷവും ഡിസംബർ 20-ന് മുമ്പ് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ ഈ മത്സരത്തിൽ ഉൾപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത വർഷത്തിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. പിന്നെ ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ബൈബിൾ എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഓഫീസിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ ബൈബിൾ എഴുതുന്നുണ്ടെന്നുള്ളത് രജിസ്റ്റർ ചെയ്താൽ അന്ന് മുതൽ ഈ ബൈബിൾ എഴുതുന്നവർക്ക് വേണ്ടി നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരും. അത് ഏത് സമയത്താണ്, ഏത് മാസം, അങ്ങനെ യാതൊരു നിർബന്ധമില്ല. നമുക്ക് എത്രയും നേരത്തെ രജിസ്റ്റർ ചെയ്യാവോ അത്രയും നേരത്തെ നമ്മൾ ചെയ്യുക. അപ്പോൾ മുതൽ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ ഓഫീസിൽ നിന്നും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന സെൻ്ററുകളിലും പ്രാർത്ഥിച്ചു തുടങ്ങും. അപ്പോൾ മുതൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഇൻസ്പിറേഷനും അതിനുവേണ്ട സമയം എല്ലാം കർത്താവ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നമ്മൾ ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സബ്മിറ്റ് ചെയ്യേണ്ടത് ഡിസംബറിലാണ്. ഡിസംബർ 20-നാണ് എല്ലാ വർഷവും. ഡിസംബർ 20-നാണ്. പുതിയ നിയമം എല്ലാ വർഷവും ഉണ്ട്. സമ്പൂർണ്ണ ബൈബിൾ 2 വർഷം കൂടുമ്പോഴാണ്. ഡേറ്റ് ഡിസംബർ 20-ന് മുമ്പ് നമുക്ക് ഓഫീസിൽ കിട്ടിയിരിക്കണം. മറ്റു മത്സരങ്ങൾ എന്തൊക്കെയാണ്? മറ്റു മത്സരങ്ങൾ ഒന്നുള്ളത് ആസ്പിറൻറ്റ് സ്ക്രിപ്ചറ എന്ന് പറഞ്ഞിട്ട്
നമ്മുടെ വൈദികരാകാൻ പഠിക്കുന്നവരും അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ആവാൻ പഠിക്കുന്നവരും ഫോർമേഷനിലുള്ള കുട്ടികൾക്ക് വേണ്ടി ആസ്പിറൻറ്റ് സ്ക്രിപ്ചർ എന്ന പേരിൽ എല്ലാ വർഷവും അത് ബൈബിൾ വചനം കാണാതെ പഠിച്ച് എഴുതുക എന്നുള്ളതാണ്. അതിനകത്ത് എത്ര വചനം എഴുതുന്നോ ഏറ്റവും കൂടുതൽ വചനം എഴുതുന്ന ആൾക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. അത് 1000-ലധികം വചനങ്ങൾ കാണാതെ എഴുതി കഴിഞ്ഞ വർഷങ്ങളെല്ലാം പങ്കെടുത്തവരുണ്ട്. 1000-ൽ കൂടുതൽ വചനങ്ങൾ എഴുതി സമ്മാനം കിട്ടിയവരുണ്ട്. അതിൽ ഒത്തിരി പേര് നമ്മുടെ എല്ലാ ഫോർമേഷൻ സെൻ്ററുകളിലും തന്നെ നടക്കുന്ന ഒരു മത്സരമാണത്. ഒത്തിരി ഫോർമേഷനിലുള്ള കുട്ടികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി സുവിശേഷത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം, ഒരു അധ്യായമല്ല, ഒരു സുവിശേഷം, 4 സുവിശേഷത്തിൽ ഏതെങ്കിലും ഒരു സുവിശേഷം അവർ പകർത്തി എഴുതി നമുക്ക് അയച്ചു തരികയാണെങ്കിൽ അവർക്ക് നമ്മൾ പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ട് കുട്ടികളെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കുക, ബൈബിൾ എഴുതുക, അത് അവരുടെ നിത്യജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് മാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാ ദിവസവും ബൈബിളിൽ ഒരു അധ്യായമെങ്കിലും അവരൊന്ന് എഴുതണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് അതിൽ. മറ്റ് ഈ സ്ക്രിപ്ചറോ എന്ന് പറഞ്ഞ മത്സരത്തിൽ പ്രായ വ്യത്യാസമില്ല. ഇഷ്ടമുള്ള പ്രായക്കാരെ, ചെറിയ കുട്ടികൾക്കും വലിയവർക്കും പ്രായമായവർക്കും സിസ്റ്റേഴ്സിനും വൈദികർക്കും ഒക്കെ നോർമൽ സ്ക്രിപ്ചറയിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇത്രയും വിപുലമായ രീതിയിൽ ബൈബിൾ പകർത്തിയെഴുത്ത് മത്സരം സംഘടിപ്പിക്കുന്ന വിവരം ഇപ്പോഴും അറിയാത്തവർ ധാരാളമുണ്ട്. അറിയുന്നവരെല്ലാം അത്ഭുതത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്ക്രിപ്റ്റൂറയിൽ പങ്കെടുക്കുവാൻ അയച്ചു തന്ന ബൈബിൾ കയ്യെഴുത്തു പ്രതികൾ സന്ദർശിച്ചവർക്കെല്ലാം ആശ്ചര്യത്തോടെ മാത്രമേ പ്രതികരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയാണ് ഫിയാത്ത് മിഷൻ്റെ ബൈബിളൊക്കെ അടങ്ങിയിരിക്കുന്ന ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിച്ചത്. ഇവിടെ ഞാൻ കാണുകയാണ്, ഒരുപാട് ബൈബിൾ ശേഖരത്തിന് മധ്യയാണ് ഞാൻ നിൽക്കുന്നത്. ഇതുവരെ ഞാൻ പല ബൈബിളും കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഓരോ വ്യക്തികളും ഇതാ ബൈബിൾ എഴുതിയിരിക്കുകയാണ്. അവരുടെ സ്വന്തം ബൈബിൾ, സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങൾ കൊണ്ട് എഴുതിയിരിക്കുന്ന ബൈബിളുകളുടെ മധ്യയാണ് ഞാൻ നിൽക്കുന്നത്. ദൈവവചനത്തിന് ശക്തിയുണ്ട്. അതാണ് വചനം പറയുന്നത്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഈ സംരംഭത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ എല്ലാ കുടുംബങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യാം. നമ്മുടെ കുടുംബത്തിന് സ്വന്തമായി നമ്മൾ എഴുതിയ ഒരു ബൈബിൾ ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ വെക്കാൻ നമുക്കൊരു ബൈബിൾ വേണം. എത്രയോ പ്രായമുള്ള വ്യക്തികൾ, രോഗികളായി ഇരിക്കുന്ന വ്യക്തികൾ എഴുതിയിരിക്കുന്ന ബൈബിളാണ് ഞാനിവിടെ കണ്ടത്. എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ എഴുതുന്ന വ്യക്തികളുടെ ബൈബിളാണ് ഇവിടെ ശേഖരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ സ്വന്തമായിട്ട് നമ്മൾ എഴുതിയ ഒരു ബൈബിൾ ഉണ്ടാവണം. ഫിയാത്ത് മിഷൻ്റെ ഈ സംരംഭത്തെ ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാനും എന്നാണ് ദൈവവചനം പകർത്തെഴുതുവാനായിട്ട് പരിശ്രമിക്കുക. അത് ബാഹ്യമായ രീതിയിൽ എഴുതുക മാത്രമല്ല, ആന്തരികമായി അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുക. അതോടൊപ്പം തന്നെ ബാഹ്യമായ രീതിയിൽ ഇത് മറ്റുള്ളവർക്ക് മാതൃകയായ രീതിയിൽ ആവിഷ്കരിക്കുക എന്നുള്ള ഒരു ദൗത്യം ഇതിലൂടെ എല്ലാവരിലേക്കും പകർന്നു കൊടുക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ നിങ്ങളെല്ലാവരും ഈ ദൗത്യ മേഖലയിൽ പങ്കുചേർന്നുകൊണ്ട് ഈ ദൗത്യത്തെ വിജയിപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതിനുള്ള കൃപാവരം ദൈവം നിങ്ങൾക്ക് തരട്ടെ. അതോടൊപ്പം പ്രാർത്ഥിക്കുക, വചനം പങ്കുവയ്ക്കുക, വചനം പ്രഘോഷിക്കുക, വചനത്തിൽ ജീവിക്കുക. ഇത് മത്സരശേഷം ഇത് നമ്മൾ കീപ്പ് ചെയ്യുകയാണോ ചെയ്യുന്നത്, അതോ ഈ എഴുതിയ കുട്ടികൾക്കോ വ്യക്തികൾക്കോ ഇത് തിരിച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. നമ്മൾ എല്ലാ വർഷവും നമുക്ക് ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു GGM എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഫിയാത്ത് മിഷൻ്റെ ഒരു ഇൻ്റർനാഷണൽ മിഷൻ എക്സിബിഷൻ നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ വെച്ചാണ് ഇതിൻ്റെ നറുക്കെടുപ്പും അതിൻ്റെ കൂടെ തന്നെ ഈ ബൈബിളും ഇതിൻ്റെ സർട്ടിഫിക്കറ്റും ആൾക്കാർക്ക് കൊടുക്കുന്നത്. അതെല്ലാ വർഷവും നടക്കുന്ന പ്രോഗ്രാമാണ്. വലിയ പ്രോഗ്രാമാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ മിഷനെ കേരള സഭയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ എഴുതിയവരെല്ലാം തന്നെ ആ ദിവസം അവിടെ വരും. അന്ന് അതിൻ്റെ നറുക്കെടുപ്പ് ഉണ്ടാവും. ബിഷപ്സാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വിതരണം ചെയ്യുന്നത്. അങ്ങനെല്ലാം അവർക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു തവണ സ്ക്രിപ്റ്റൂറയിൽ പങ്കെടുത്തവർ വീണ്ടും വീണ്ടും പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? തീർച്ചയായിട്ടും. ഈ മത്സരം തുടങ്ങിയ അന്ന് മുതൽ ഈ വർഷം വരെയും എല്ലാ വർഷവും ബൈബിൾ നമുക്ക് എഴുതി തരുന്നവരുണ്ട്. അതുപോലെ തന്നെ 10 പ്രാവശ്യവും 5 പ്രാവശ്യവും ഒക്കെ തുടർച്ചയായി എല്ലാ വർഷങ്ങളിലും ബൈബിൾ എഴുതി തരുന്നവർ ഇപ്പോഴും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ധാരാളം പേരുണ്ട്. 2000
14 ചേട്ടന് രണ്ടാമതും ഡയാലിസിസ് വേണമെന്ന് ഡോക്ടർമാർ വിധിയെഴുതുന്നത്. വളരെ അപകടകരമായ സാഹചര്യമായിരുന്നു ആ സമയത്ത്. എങ്ങനെയാണ് രണ്ടാമതും ഡയാലിസിസിന് ചേട്ടൻ്റെ ബോഡി റിയാക്ട് ചെയ്യുക എന്ന് പോലും അറിയില്ലായിരുന്നു. ആ സമയത്താണ് ചേട്ടൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും നിയോഗം വെച്ച് ഞാൻ ബൈബിൾ എഴുതി തുടങ്ങിയത്. തുടർന്ന് 10 വർഷത്തോളം തുടർച്ചയായി എത്ര തിരക്കുകളുണ്ടായിട്ടും ഒരു ദിവസം പോലും ദൈവവചനം എഴുതാത്ത ദിനം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. അതിന് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമായിരുന്നു ചേട്ടൻ്റെ ആയുസ് 10 വർഷം. ശരിക്കും ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഒരു റെക്കോർഡാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആയിരക്കണക്കിന് പേര് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് വിവിധ ഭാഷകളിലെ സമ്പൂർണ്ണ ബൈബിളും പുതിയ നിയമവും ഒക്കെ ഇങ്ങനെ പകർത്തി എഴുതുകയാണ്. കയ്യെഴുത്ത് പ്രതികൾ അവരിങ്ങനെ തയ്യാറാക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലോകത്ത് ഒരിടത്തും ഇത്രയും അധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് ബൈബിളുകൾ ഓരോ വർഷവും എഴുതുന്ന രീതിയിൽ ഒരു ബൈബിൾ പകർത്തിയെഴുത്ത് മത്സരം വേറെ എവിടെയും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വചനത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു മഹത്തായ ശുശ്രൂഷ തന്നെയാണ് ഫിയാത്ത് മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്ന സ്ക്രിപ്തൂറ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതിന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലുള്ള കോൺടാക്റ്റ് നമ്പർ ഉപയോഗിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. വചനമാകുന്ന ഈശോയെ ധ്യാനിച്ച് സ്നേഹിച്ച് സ്വന്തമാക്കി ഈശോയോടൊപ്പം ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഈ വചനമെഴുത്ത് മത്സരത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പങ്കെടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്ക്രിപ്തൂറ മത്സരത്തെക്കുറിച്ച് അറിയാത്തവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് നിങ്ങളും സഹായിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.